Let's start with a question discussion for semiconductors. അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. കാണാത്തവർ അതൊന്നുകൂടി കാണണം. And make sure that you follow the notes and the formulas discussed in that paper. Let's start with the question discussion. നമുക്ക് ആദ്യം കുറച്ച് PN ജംഗ്ഷൻ ഡയോഡിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. എന്താണ് ഒരു PN ജംഗ്ഷൻ എന്ന് മക്കൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു PN ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ വാസ് ദെയർ, വൺ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ വാസ് ദെയർ. ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടായിരുന്നു, ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടായിരുന്നു. ഇപ്പൊ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സെമി കണ്ടക്ടർ ഇൻ വിച്ച് ദെയർ ആർ മോർ നമ്പർ ഓഫ് ഹോൾസ്. അവിടെ നമ്പർ ഓഫ് ഹോൾസ് വാസ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതായിരുന്നു ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ പ്രത്യേകത. Number of holes was greater than the number of electrons. ഒരു n type semiconductor എന്ന് പറയുമ്പോൾ അവിടെ number of electrons will be greater than the number of holes. Okay. അപ്പോൾ n type semiconductor എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? By doping with the pentavalent impurity. And p type semiconductor എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? By doping with the trivalent impurity. So trivalent impurity വെച്ച് ഡോപ്പ് ചെയ്യുമ്പോൾ pentavalent പി ടൈപ്പ് സെമി കണ്ടക്ടറും പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടറാണ് കിട്ടുന്നത്. ഈ എൻ ടൈപ്പിനെയും പി ടൈപ്പിനെയും ഒരൊറ്റ സിലിക്കൺ വേഫറിൽ നമ്മൾ ഫോം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാകും. പി എൻ ജംഗ്ഷൻ ഡയോഡിനെ കുറിച്ച് കണ്ടപ്പോൾ മക്കൾ കണ്ടു കാണും, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡില് ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട് ഇവിടെ, പി എൻ ജംഗ്ഷൻ. അപ്പൊ ഈ റീജിയന്റെ പ്രത്യേകത, അവരുടെ പേര് ഡിപ്ലീഷൻ റീജിയൻ ആണ്. ഈ റീജിയന്റെ പ്രത്യേകത എന്താണ്? There are a few number of immobile charge carriers there. ഇമ്മൊബൈൽ ആയിട്ടുള്ള ഒരു ചാർജ് കാരിയേഴ്സ് ആണ് ഈ ജംഗ്ഷൻ ഉള്ളത്. അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഒരു പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് നമ്മൾ അതിനെ വിളിക്കും. This potential barrier prevents further flow of electrons or holes across the junction. അപ്പൊ ഈ ബാരിയറിനെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ബയസിങ് അപ്ലൈ ചെയ്യും. ബയസിങ് രണ്ട് ടൈപ്സ് ഉണ്ട് നമുക്കറിയാം. We have forward biasing and reverse biasing. Forward biasing എന്ന് വെച്ചാൽ the higher potential will be connected to the P side and the lower potential will be connected to the N side. So biasing രണ്ട് ടൈപ്സ് ഉണ്ട്. Forward biasing is there and reverse biasing is there. Biasing എന്ന് വെച്ചാൽ എന്താണ്? Forward biasing എന്ന് വെച്ചാൽ P is connected to the higher potential compared to the N side. ഇതാണ് ബയസിങ്ങിന്റെ ലോജിക്. അപ്പൊ ബയസിങ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ വോൾട്ടേജ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ വരുന്നു, which opposes the already existing electric field at the junction. അപ്പൊ ഈ പുറത്തേക്ക് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് നള്ളിഫൈ ചെയ്ത് കുറച്ച് ഇല്ലാതാക്കും. Therefore, and the current flow begins. അപ്പോ ഈ സെമി കണ്ടക്ടേഴ്സ് ബേസിക്കലി നമ്മളിപ്പോ ഈ ഫോർവേഡ് ബയസിംഗ് ഒക്കെ പറഞ്ഞെങ്കിലും ബേസിക്കലി നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, രണ്ട് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഈ സെമി കണ്ടക്ടേഴ്സ് മാത്രമല്ല, നമുക്ക് കണ്ടക്ടേഴ്സും ഉണ്ട്, അതുപോലെ ഇൻസുലേറ്റേഴ്സും ഉണ്ട്. അപ്പൊ ഈ ഒരു കണ്ടക്ടറിനെയും ഇൻസുലേറ്ററിനെയും സെമി കണ്ടക്ടറിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ആക്ച്വലി ബേസ്ഡ് ഓൺ ദ ബാൻഡ് തിയറി. അപ്പൊ ഈ ബാൻഡ് തിയറി ബേസ് ചെയ്തുള്ള ക്വസ്റ്റൻ ആണ് ആദ്യം. ക്വസ്റ്റൻ നമ്പർ 5. Choose the only false statement from the following. False statement കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. Okay. In conductors, the valence and conduction bands overlap. അപ്പൊ ഞാൻ പറഞ്ഞു ബാൻഡ് തിയറി ബേസ് ചെയ്താണ് നമ്മൾ പറയുക. അക്കോർഡിംഗ് ടു ദ കൺസെപ്റ്റ് ഓഫ് ബാൻഡ് തിയറി, ഒരു കണ്ടക്ടർ എടുത്താൽ കണ്ടക്ടറിന് രണ്ട്, അല്ലെങ്കിൽ ഏതെടുത്താലും അവന് രണ്ട് ബാൻഡ് ആണ് വരുന്നത്. നമ്മൾ ജനറലി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു ആറ്റത്തിന് ചുറ്റും ഓരോ ഓർബിറ്റ് ഉണ്ട്. ഓരോ ഓർബിറ്റിനും ഓരോ എനർജി ലെവൽസ് ഉണ്ട്. പക്ഷെ നമ്മളൊരു കോമ്പൗണ്ട് എടുക്കുമ്പോൾ, ഒരു മെറ്റലോ എന്തെങ്കിലും സംഭവം എടുക്കുമ്പോൾ, there are many number of atoms there. So there is a chance of the valence band overlapping with each other. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ? രണ്ട് ബാൻഡ് ഫോം ചെയ്യും, രണ്ട് എനർജി ബാൻഡ്, ഒന്ന് വാലൻസ് ബാൻഡ്, രണ്ട് കണ്ടക്ഷൻ ബാൻഡ്. വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടുമ്പോഴാണ് കണ്ടക്ഷൻ നടക്കുന്നത്.
വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയാൽ കണ്ടക്ഷൻ നടക്കും. സോ മക്കളെ, in metals the conduction band and the valence band overlap. Conduction band and the valence band overlap. This statement is correct. Substances with energy gap of the order of 10 electron volt are insulators. അതും കറക്റ്റ് ആണ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ വലിയ എനർജി ഗ്യാപ്പ് ഉണ്ട്. ഈ എനർജിയിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ EG അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദിസ് എനർജി ഗ്യാപ്പ് അക്കോർഡിംഗ് ടു NCERT will be greater than 3 electron volt. അപ്പൊ അതിനേക്കാളും കൂടുതലുള്ള എന്തും ഇൻസുലേറ്റർ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. സോ 10 electron volt ആണ്, അത് ഇൻസുലേറ്റർ തന്നെയാണ്, ഒരു സംശയവും വിചാരിക്കേണ്ട. Okay. C. The resistivity of a semiconductor increases with increase in temperature. റെസിസ്റ്റിവിറ്റി നമ്മളൊരു ഫോർമുല പഠിക്കുന്നുണ്ട് കറന്റ് ഇലക്ട്രിസിറ്റിയിൽ. റെസിസ്റ്റിവിറ്റിക്ക് എന്താണ് സംഭവിക്കുക? ഓക്കെ, റെസിസ്റ്റിവിറ്റിക്ക് എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഒരു കണ്ടക്ടർ എടുക്കുമ്പോൾ, ബേസിക്കലി മക്കളെ ലോജിക്കൽ ഐഡിയ വെച്ച് ഒരു കണ്ടക്ടർ എടുക്കുമ്പോൾ ഈ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ടു ദ കണ്ടക്ടേഴ്സ്, കണ്ടക്ടറിന്റെ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻക്രീസസ്. നമ്മൾ കൊടുക്കുന്ന കറന്റ് കൂടുമ്പോൾ കണ്ടക്ടറിന് സംഭവിക്കുന്നത് കണ്ടക്ടറിന്റെ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻക്രീസസ്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കൂടുമ്പോൾ ഒരു കണ്ടക്ടറിനകത്ത് കൊളീഷൻ നടക്കും. ഈ കൊളീഷൻ നടക്കുന്നത് കാരണം വാട്ട് ഹാപ്പൻസ് ഇസ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കും നമ്പർ ഓഫ് ഇലക്ട്രോൺ കൂടുമ്പോൾ എന്ത് കൂടണം? കറണ്ട് കൂടണ്ടേ? പക്ഷെ അല്ല. നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ കണ്ടക്ടർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, റിപ്പീറ്റ്, കണ്ടക്ടറിനകത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൊളീഷൻ കൂടും. കൊളീഷൻ കൂടുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ദ റെസിസ്റ്റൻസ് വിൽ ഇൻക്രീസ്, കറണ്ട് കുറയും സ്വാഭാവികമായിട്ട്. പക്ഷെ സെമി കണ്ടക്ടറിന്റെ കേസ് പറയുമ്പോൾ, സെമി കണ്ടക്ടറിന്റെ കേസിൽ resistivity of a semiconductor decreases with increase in temperature. അപ്പൊ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ടേം അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ടേം ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, റെസിസ്റ്റിവിറ്റി ഓഫ് എ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. വൈ? ബിക്കോസ് റെസിസ്റ്റിവിറ്റി ഇവിടെ കുറയുകയാണ് ചെയ്യുന്നത്, ഡിക്രീസസ്. അതായത് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ the conductivity of a semiconductor increase ചെയ്യും. മെറ്റൽസിനെ പോലെ കണ്ടക്ടേഴ്സിനെ പോലെ അല്ല. കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ റെസിസ്റ്റൻസ് കൂടും, കണ്ടക്ടിവിറ്റി കുറയും. എന്തുകൊണ്ടാ? കൊളീഷൻ കൂടി. ഈ സെമി കണ്ടക്ടേഴ്സിൽ ഫ്രീ ആയിട്ട് നടക്കാൻ അധികം ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ ടെമ്പറേച്ചർ കൊടുത്താൽ കൂടുതൽ ഇലക്ട്രോൺസ് വരും. അപ്പൊ സെമി കണ്ടക്ടേഴ്സിനകത്ത് ഈ കൂടുതൽ ഇലക്ട്രോൺസ് വരുന്നു എന്ന് പറഞ്ഞാലും കണ്ടക്ടേഴ്സിന്റെ അകത്തുള്ള അത്രയും എമൗണ്ടിലേക്ക് വരുന്നില്ല. അപ്പൊ കൊളീഷൻ അങ്ങനെ കൂടത്തൊന്നുമില്ല. അപ്പൊ സെമി കണ്ടക്ടേഴ്സിനകത്ത് ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കൂടും. അതിന്റെ അർത്ഥം റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും കുറയുമെന്നാണ് അതിന്റെ അർത്ഥം മക്കളെ. സോ കണ്ടക്ടേഴ്സിനും സെമി കണ്ടക്ടേഴ്സിനുള്ള ഡിഫറൻസ് ഓർത്ത് വെക്കണം. കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. The resistivity of a semiconductor will decrease with increase in temperature is the right statement for the question. Okay. So that is the idea. ഇനി അടുത്തത് question number 7 നോക്കാം. In semiconductors at room temperature, the valence band is partially empty, conduction band is filled. Valence band is completely filled and the conduction band is partially filled. Valence band is completely filled, the conduction band is completely empty. Okay. Any idea? എന്തായിരിക്കും അവിടെ വരുന്നത്? It's actually option A. Our answer option A ആണ്. In semiconductors, the valence band is partially empty and the conduction band is partially filled. Okay, partially ആണ്, fully filled അല്ല. കാരണം സെമി കണ്ടക്ടേഴ്സ് അൺലൈക്ക് an insulator. ഇൻസുലേറ്റർ ആണെങ്കിൽ നമുക്ക് പറയായിരുന്നു വാലൻസ് ബാൻഡിലാണ് ഇലക്ട്രോൺസ് മൊത്തം, അവർക്ക് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ സാധിക്കുന്നില്ല.
ഒരു സെമി കണ്ടക്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ ആണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിൽ വളരെ ഫ്യൂ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ ദേർ. ഈ കണ്ടക്ഷൻ നടത്താൻ വേണ്ടി വളരെ ചെറിയൊരു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോ ബാലൻസ് ബാൻഡ് പാർഷ്യലി എംപ്റ്റി ആണ്, കണ്ടക്ഷൻ ബാൻഡ് പാർഷ്യലി ഫിൽഡ് ആണ്. കാരണം കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് വന്നാലേ എന്ത് നടക്കത്തുള്ളൂ? കണ്ടക്ഷൻ നടക്കത്തുള്ളൂ. അപ്പൊ കണ്ടക്ഷൻ ബാൻഡ് പാർഷ്യലി ഫിൽഡ് ആയിരിക്കും, അതുപോലെ വാലൻസ് ബാൻഡ് പാർഷ്യലി എംപ്റ്റി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. അറ്റ് അബ്സല്യൂട്ട് സീറോ സിലിക്കൺ ആക്സസ്. അബ്സല്യൂട്ട് സീറോ എന്ന് വെച്ചാൽ മക്കളെ 0 കെൽവിൻ ആണ്. അബ്സല്യൂട്ട് സീറോയിൽ വാട്ട് വിൽ ഹാപ്പൻ ടു സിലിക്കൺ? സിലിക്കൺ അല്ല, ജർമ്മനി ആണെങ്കിലും ശരി, അബ്സല്യൂട്ട് സീറോ എത്തുമ്പോ ദേ ആർ ഇൻസുലേറ്റേഴ്സ്. അവര് ഇൻസുലേറ്റേഴ്സിനെ പോലെ ബിഹേവ് ചെയ്യും അബ്സല്യൂട്ട് സീറോയ്ക്ക് എത്തുമ്പോൾ. ഓക്കെ, സോ ദേ ആക്ച്വലി ബിഹേവ് ലൈക്ക് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ അബ്സല്യൂട്ട് സീറോയിൽ സിലിക്കൺ ആണെങ്കിലും ശരി, ജർമേനിയം ആണെങ്കിലും ശരി, അബ്സല്യൂട്ട് സീറോയിൽ എവറിത്തിങ് ഈസ് ഫ്രീ, there is no motion. They behave like insulator. അപ്പൊ അബ്സല്യൂട്ട് സീറോ വരുമ്പോൾ അവർ ഇൻസുലേറ്റേഴ്സിനെ പോലെയാണ് ബിഹേവ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ നമ്പർ 10 വായിച്ചിട്ട് മക്കൾക്ക് ആൻസർ പറയാൻ പറ്റുമെന്ന് നോക്കിയേ. ഫോർ എ പി ടൈപ്പ് സെമി കണ്ടക്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ? അപ്പൊ നമുക്ക് പി ടൈപ്പിനെ കുറിച്ച് ഓപ്ഷൻ വായിക്കുന്നത് നമുക്കറിയാം. പി ടൈപ്പ് എന്ന് പറയുമ്പോൾ മോർ നമ്പർ ഓഫ് ഹോൾസ് ആണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്താണ്. മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്, മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ് പി ടൈപ്പിൽ. ഓക്കെ, ഇനി ഓപ്ഷൻസ് നോക്കാം. മക്കൾക്ക് പറയാമോ? ക്യാൻ യു ടെൽ മീ വിച്ച് ഇസ് ദി ആൻസർ ഫോർ ദാറ്റ് ക്വിക്ക്ലി? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ എ, ഇലക്ട്രോൺസ് ആർ ദ മെജോറിറ്റി കാരിയേഴ്സ്. ഓപ്ഷൻ എ കറക്റ്റ് ആണോ മക്കളെ? കറക്റ്റ് ആണോ? No, sir. No. Option B, electrons are the majority carriers. പിന്നെ തെറ്റ്. Holes are the majority carriers. Good. Trivalent atoms are the dopants. Correct അല്ലേ? So p type impurity ഉണ്ടാക്കും, p type semiconductor ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? We are adding a trivalent impurity. അങ്ങനെയാണ് നമ്മൾ ഒരു p type semiconductor ഉണ്ടാക്കുന്നത്. So അവിടെ holes are the majority carriers and the trivalent atoms are the dopants. അതാണ് റൈറ്റ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ് നമ്മൾ ചെയ്തത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 11 ആൻസർ വായിച്ച് പെട്ടെന്ന് മക്കൾ പറഞ്ഞേ. ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ? പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ആരാണ് മെജോറിറ്റി കാരിയേഴ്സ്, ആരാണ് മൈനോറിറ്റി കാരിയേഴ്സ്? എൻ ടൈപ്പിൽ ആരാ മെജോറിറ്റി? ഹോൾസ് ആണോ? ഹോൾസ് ആണോ അതോ ഇലക്ട്രോൺസ് ആണോ? ആരാ മെജോറിറ്റി? Electrons. In an n-type, electrons are majority carriers. And ഈ n-type എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ? By doping with a pentavalent impurity. അല്ലേ? So electrons are the majority carriers. ഈ ഒരു സെമി കണ്ടക്ടർ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാ? By doping with a pentavalent impurity. So option D is the right answer to the question. Okay. ഇനി മക്കൾ അവിടെ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ NCERT-യിൽ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസിന്റെയും, പെന്റാവാലന്റ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് 5 എലമെന്റ്സ് ആണ്, അതുപോലെ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസിന്റെയും കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് മക്കൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കണം. അതായത് ഏതൊക്കെയാണ് പെന്റാവാലന്റ്, ഏതൊക്കെയാണ് ട്രൈവാലന്റ് എന്നൊക്കെ പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് പ്രതീക്ഷിക്കാം. ഇഫ് എ സ്മോൾ എമൗണ്ട് ഓഫ് ആന്റിമണി is added to germanium crystal. ജെർമേനിയവും സിലിക്കണും ആണ് നമ്മുടെ പ്യുവർ സെമി കണ്ടക്ടർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ആ പ്യുവർ സെമി കണ്ടക്ടറിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ പ്രത്യേകത, അവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു ദ നമ്പർ ഡെൻസിറ്റി ഓഫ് ഹോൾസ്. അതാണ് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ ആന്റിമണി എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റി ആണ് നമ്മൾ അറിയണം. ഇസ് ഇറ്റ് എ പെന്റാവാലന്റ് ഓർ എ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി? അത് നമ്മൾ അറിയണം. ആന്റിമണി ഏത് എലമെന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇസ് ഇറ്റ് ഗ്രൂപ്പ് 5 ഓർ ഗ്രൂപ്പ് 3? ആന്റിമണി ഇസ് എ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. ഗ്രൂപ്പ് 5 എലമെന്റ് ആണ് ആന്റിമണി എന്ന് പറയുന്നത്. അലൂമിനിയം, ഇൻഡിയം ഒക്കെയോ മക്കളെ പറയാമോ? ഏത് എലമെന്റ്, ഏത് ഗ്രൂപ്പിലായിരിക്കും?
അത് നിങ്ങൾ നോക്കണം കേട്ടോ. സോ അത് പെന്റാവാലന്റിന്റെയും ട്രൈവാലന്റിന്റെയും എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി, NCERT തന്നിട്ടുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് മക്കളൊന്ന് നോക്കണം. ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കി പോയിക്കോളണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സോ ഇവിടെ നമ്മുടെ ആൻസർ വരാൻ പോകുന്നത് ഇറ്റ് ഇസ് എ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ മക്കളെ കിട്ടുന്നേ? എന്ത് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ കിട്ടുന്നേ? പി ടൈപ്പ് ആണോ N ടൈപ്പ് ആണോ പെന്റാവാലന്റ് ആഡ് ചെയ്താൽ? പെന്റാവാലന്റ്. പെന്റാവാലന്റ് ആഡ് ചെയ്താൽ we are going to get a N ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പൊ N ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇറ്റ് ബിക്കംസ് എ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്. അതല്ല, antimony acceptor atom. There will be more free electrons than holes. Yeah, option C. There will be more free electrons than holes. There will be more free electrons than holes. അല്ലേ? N type semiconductor എന്ന് പറഞ്ഞാൽ അവിടെ number of electrons greater than the number of holes. That's the idea. പിന്നെ എന്ത് acceptor atom എന്ന് പറഞ്ഞാൽ? Acceptors എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമ്മള് ഉള്ളവരെയാണ് നമ്മൾ ഡോണേഴ്സ് എന്ന് പറയും. ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറെ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും തിരിച്ചു കൊടുക്കും അല്ലെ, പൈസ കുറെ ഉണ്ടെങ്കിൽ അത് ബാങ്കിലിടും. സോ നമ്മുടെ കയ്യിലുള്ള എക്സ്ട്രാ ഉള്ള ക്യാഷും കാര്യങ്ങളും നമ്മൾ വീതിച്ചു കൊടുക്കുന്നത് പോലെ ഡോണർ ഇംപ്യൂരിറ്റി എന്ന് പറയുന്നത് N ടൈപ്പ് ആണ്. N ടൈപ്പിനെയാണ് നമ്മൾ ഡോണേഴ്സ് എന്ന് പറയുന്നത്. ഡോണർ, ഓക്കെ, കാരണം അവന്റെ കയ്യിൽ കൂടുതൽ ഇലക്ട്രോൺ ഉണ്ട്, അവന് ഡൊണേറ്റ് ചെയ്യും. ആക്സെപ്റ്റർ ആറ്റം എന്ന് പറയുന്നത് നമ്മുടെ പി ടൈപ്പിനെയാണ്, കാരണം അവന് ഇലക്ട്രോൺസ് കുറവാണ്. ബിക്കോസ് ആബ്സെൻസ് ഓഫ് ഇലക്ട്രോണിനെയാണ് നമ്മൾ ഹോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അവന് ഇലക്ട്രോൺസ് കുറവാണ്. അപ്പൊ ഇലക്ട്രോൺസ് കുറവായതുകൊണ്ട് അവനെ ആക്സെപ്റ്റ് ചെയ്യാം. ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും തരുവാണെങ്കിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആർക്ക് ആക്സെപ്റ്റ് ചെയ്യാം? ആന്റിമണിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവൻ ആക്സെപ്റ്റർ ആറ്റം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13. Let's do question number 13. Pure silicon at 500 Kelvin has equal number of electron and hole concentration of 1.6 into 10 raised to 16 per meter cube. അപ്പോൾ അവർ പറയുന്നത് Ne equal to NH equal to Ni. Because pure semiconductor എന്ന് പറയുമ്പോൾ അവിടെ number density of electron is equal to the number density of hole equal to the intrinsic carrier concentration. Niയുടെ പേര് intrinsic carrier concentration. The first case in ഒരു കാര്യം കിട്ടി, Niയുടെ വാല്യൂ 1.5 into 10 raised to 16 ആണെന്ന് മനസ്സിലായി. ഇനി ഡോപ്പിംഗ് ബൈ indium increases NH to 4.5 into 10 raised to 22. അപ്പൊ indium വെച്ച് ഡോപ്പ് ചെയ്തപ്പോ ഹോൾ കോൺസെൻട്രേഷൻ 4.5 into 10 raised to 22 ആയി മാറി. indium വെച്ച് ഡോപ്പ് ചെയ്തപ്പോ. ഓക്കെ, so indium മക്കളെ എന്ത് ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റിയാ? ഇറ്റ്സ് എ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ അലൂമിനിയം, ബോറോൺ, ഇൻഡിയം ഇതെല്ലാം ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. ഓക്കെ, അലൂമിനിയം, ബോറോൺ, ഇൻഡിയം എല്ലാം ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. ഓർത്ത് വെക്കാട്ടോ, അലൂമിനിയം, ബോറോൺ, ഇൻഡിയം. So when you're doping with a trivalent impurity, നമുക്കിവിടെ more number of holes will be obtained. അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. അപ്പൊ ഒരു കാര്യം വളരെ ക്ലിയർ ആണ് ഈ ക്വസ്റ്റ്യനില്, ആൻസർ എന്തായാലും പി ടൈപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആകാം അല്ലെങ്കിൽ ഓപ്ഷൻ സി ആകാം. 2 പോസിബിലിറ്റീസ് ആണ്. അപ്പൊ അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ മക്കൾ ചെയ്യേണ്ടത് റിമൂവ് ദിസ് ഫോർമുല Ni square equal to Ne into NH. The intrinsic carrier concentration Ni and the square equal to Ne into NH. Ni നമുക്ക് ഓൾറെഡി അറിയാം. This is a value for Ni. Substitute ചെയ്യാം നമുക്ക്. 1.5 into 10 raised to 16 the whole square. That's equal to Ne നമുക്ക് അറിയത്തില്ല. NH ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 4.5 into 10 raised to 22. That's given. Okay, let's simplify. 15 into 15. 15 into 15, 1.5 into 1.5 എന്ന് ഞാൻ എഴുതി. Into 10 raised to 16 raised to 2. അപ്പോൾ 10 raised to 16 into 2 എത്രയാ മക്കളെ? 32 അല്ലേ? 16 square, that's 32. Divided by ഈ 4.5 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. So 4.5 into 10 raised to 22, which is equal to our Ne. അപ്പോൾ 1.5 ഉം 4.5 ഉം 3 times.
Okay. And here 1.5 goes in 3 2 times. So this will be 10 raised to 10. Okay. Any option നോക്കുക. ഓപ്ഷനിൽ 10 raised to 10 അല്ലേ? 10 raised to 10 നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? So NE is corresponding to 10 into 10 raised to 9 എന്ന് എഴുതാം by 2. 2 by 5 ആയി. So the answer will be 5 into 10 raised to 9. So the correct answer is option A, which is the right answer for the question. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്താ മക്കൾ ഓർക്കേണ്ടത്? ni² equal to ne into nh ആണ്. അപ്പൊ നോർമലി ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇതേ ഒരു ഫോർമാറ്റിലാണ് സാധാരണ വന്ന് കാണാറ്. അപ്പൊ ഫസ്റ്റ് കേസിൽ തന്നെ ne equal to nh equal to ni എന്ന് എഴുതി വെച്ചേക്കുക. അപ്പൊ എന്നയുടെ വാല്യൂ കിട്ടും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ എന്നയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. NE-ന്റെ വാല്യൂയോ NH-ന്റെ വാല്യൂയോ തന്നിട്ടുണ്ടാകും. NE-യുടെ വാല്യൂയോ NH-ന്റെ വാല്യൂയോ തന്നിട്ടുണ്ടാകും. ഇന്നതാണ് തരുന്നതെന്ന് എപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സംതിങ് വിൽ ബി ഗിവൻ ടു യു. അപ്പൊ ആ സംതിങ് ബേസ് ചെയ്ത് നമുക്ക് തീർച്ചയായും ആൻസറിലേക്കും സുഖമായിട്ട് എത്താനും പറ്റും. ഓക്കെ. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കിക്കേ മക്കളെ. To obtain a p-type germanium semiconductor, it must be doped with. എന്ത് വെച്ച് ഡോപ്പ് ചെയ്യണം p-type ആക്കാൻ വേണ്ടി? ട്രൈവാലന്റ് ആണോ പെന്റാവാലന്റ് ആണോ? നമുക്കൊന്ന് പറഞ്ഞേ, ഏത് ഇമ്പ്യൂരിറ്റി വെച്ചാ ഡോപ്പ് ചെയ്യണ്ടേ p-type കിട്ടാൻ? ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി. ഇതിനകത്ത് ഏതാ ട്രൈവാലന്റ്? Only trivalent is indium. Okay, aluminum, indium, boron അതെല്ലാം ട്രൈവാലന്റ് ആണ്. ആർസനിക്, ആന്റിമണി അതെല്ലാം പെന്റാവാലന്റ് ആണ്. മക്കൾ ഓർത്ത് വെച്ചോ കേട്ടോ. അപ്പൊ p-type സെമികണ്ടക്ടർ കിട്ടാൻ വേണ്ടി നമ്മൾ ഡോപ്പ് ചെയ്യേണ്ടത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ചിട്ടാണ്. ട്രൈവാലന്റ് ഗ്രൂപ്പ് 3 വരുന്നത് indium മാത്രമാണ് ഇവിടെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 19. അതുകൂടി മക്കളൊന്ന് പറഞ്ഞേ. When arsenic is added as an impurity to silicon, the resulting material is. Arsenic ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? p-type കിട്ടോ n-type കിട്ടോ? അത്രയുള്ള ക്വസ്റ്റ്യൻ. arsenic ആഡ് ചെയ്യുമ്പോൾ n-type കിട്ടും. Because arsenic is a pentavalent. Arsenic is a pentavalent impurity. Okay. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. When n-type semiconductor is heated. അപ്പൊ ഓൾറെഡി ഒരു n-type semiconductor എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇസ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് ഹോൾസ്. പക്ഷെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ എപ്പോഴും ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോണും ഈക്വൽ നമ്പർ ഓഫ് ഹോൾസുമാണ് വരുന്നത്. അപ്പോ ഒരു ഹീറ്റ് എനർജി കൊടുക്കുന്ന സമയത്ത് ഏത് സെമി കണ്ടക്ടർ ആണെങ്കിലും അവിടെ ജനറേറ്റഡ് ആകുന്നത് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ നമ്പർ ഓഫ് ഹോൾസും ആണ്. n-type ആയതുകൊണ്ട് ഇനീഷ്യലി Ne ഗ്രേറ്റർ ദാൻ NH ആണ്, ശരി. പക്ഷേ വാട്ട് വിൽ ഹാപ്പൻ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്? എന്ത് പറ്റും? ഏതായിരിക്കും ഓപ്ഷൻ? ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും ഒരേപോലെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും ഒരേപോലെയാണ് ഇൻക്രീസ് ചെയ്യുന്നത് ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ. ഓക്കെ, അപ്പോ മക്കൾ ഓർക്കുക, ഒരു ഫ്രീ ഇലക്ട്രോൺ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ഹോളും അവിടെ പ്രൊഡ്യൂസ്ഡ് ആകുന്നുണ്ട്. സോ ഓൾറെഡി ശരിയാണ്, Ne is greater than NH, n-type ആണ്, കറക്റ്റ്. പക്ഷേ ഡ്യൂ ടു ദ ഹീറ്റ് എനർജി വിച്ച് ഇസ് ഗിവൺ, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ദ നമ്പർ ഓഫ് ഹോൾസ് വിൽ ഇൻക്രീസ് ഈക്വലി. സോ ആൻസർ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഈക്വലി ആണ്, ഒരേപോലെയാണ് ഇൻക്രീസ് ആവുന്നത് എന്നതാണ് ആൻസർ. ഓക്കെ, നമുക്ക് മനസ്സിലായോ സാറാ പറഞ്ഞ ലോജിക്ക്? Say yes or no? Sir, ഒന്നുകൂടി പറയൂ, വോയിസ് കട്ടായി. ഒന്നുകൂടെ പറയാം. അപ്പൊ ഒരു n-type സെമി കണ്ടക്ടർ നമ്മൾ എടുത്തു. ഒരു n-type സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അതിൽ എന്താ കൂടുതലുള്ളത്? കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ട് കമ്പയർഡ് ടു ഹോൾസ് അല്ലേ? അപ്പൊ ഈ n-type സെമി കണ്ടക്ടർ എടുത്ത് അങ്ങനെ വെച്ചേക്കുക. ഇതിന് ഹീറ്റ് എനർജി കൊടുത്ത് ഹീറ്റ് ആക്കി. ഒരു സെമി കണ്ടക്ടറിനെ ഹീറ്റ് എനർജി കൊടുത്ത് ഹീറ്റ് ആകുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടായാൽ ഒരു ഹോളും ഉണ്ടാകും, ഒരു ഇലക്ട്രോൺ ഉണ്ടായാൽ ഒരു ഹോൾ ഉണ്ടാകും. സോ our logical idea, when I'm heating a semiconductor, when I'm providing heat energy to a semiconductor, the number of holes and the number of electrons will increase equally.
നമ്പർ ഓഫ് ഹോൾസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഒരേപോലെയാണ് ഇൻക്രീസ് ആകുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് നമ്പർ ഓഫ് ഹോൾസ് വിൽ ഇൻക്രീസ് ഈക്വലി. സോ ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 20 ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. മനസ്സിലായോ മോളെ? യെസ് സർ, മനസ്സിലായി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 21. The increase in the width of the depletion region in a PN junction diode is due to increase in the width. Width കൂടുന്നത് കാരണം എന്താ? ഫോർവേഡ് ബൈസ്ഡ് ആണോ? ഫോർവേഡ് ബൈസ് ചെയ്യുമ്പോൾ വിഡ്ത്ത് കുറയുകയോ ചെയ്യുന്നത്. ഓക്കെ, ഫോർവേഡ് ബൈസ് ചെയ്യുമ്പോൾ വിഡ്ത്ത് കുറയുകയോ ചെയ്യുന്നത്. അപ്പോൾ ഏത് ബയസിങ് ചെയ്യുമ്പോഴാണ് വിഡ്ത്ത് കൂടുന്നത്? ഏത് ബയസിങ് ചെയ്യുമ്പോഴാണ് വിഡ്ത്ത് കൂടുന്നത്? പറയാമോ? റിവേഴ്സ് ബയസിങ് ചെയ്യുമ്പോഴാണ് വിഡ്ത്ത് കൂടുന്നത്. സോ വെൻ യു ആർ റിവേഴ്സ് ബയസിങ് എ ഡയോഡ് ദ വിഡ്ത്ത് ഇൻക്രീസസ്. ഓക്കെ, അപ്പൊ ഫോർവേഡ് ബൈസ് ചെയ്താൽ ഒരു ഡിപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ ആ ജംഗ്ഷന്റെ വിഡ്ത്ത് കുറഞ്ഞു വന്ന് ഇറ്റ് വാനിഷസ് ഇഫ് ഇറ്റ് ഇസ് എ ഫോർവേഡ് ബയസിങ്. പക്ഷെ റിവേഴ്സ് ബയസിങ് ആണെങ്കിൽ ഈ വിഡ്ത്തിന് എന്ത് സംഭവിക്കും? വിഡ്ത്ത് പതുക്കെ കൂടും. അപ്പൊ നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണാം, വിഡ്ത്ത് പതുക്കെ കൂടുമ്പോ ഒരു പരിധിക്കപ്പുറം കൂടാൻ പറ്റില്ല. ഇറ്റ് ബ്രേക്സ് ഡൗൺ. ഒരു സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന്റെ കാര്യം സാർ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 22. The barrier potential of a PN junction diode depends on. PN junction ഡയോഡിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത് അറിയാം? ഇനി ഐഡിയ? ബാരിയർ പൊട്ടൻഷ്യൽ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും, എമൗണ്ട് ഓഫ് ഡോപ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. So what happened? The barrier potential of a PN junction diode depends on the type of the semiconductor material, the amount of doping and the temperature. ഈ മൂന്ന് കാര്യത്തിനെയും ഒരു PN junction ഡയോഡിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. So the answer for the question will be option D. മക്കൾ ഓർത്തു വെക്കുക, എന്തിനെയൊക്കെയാണ് ബാരിയർ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എന്തിനൊക്കെയാണ്? സെമി കണ്ടക്ടർ മെറ്റീരിയലിന്റെ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡോപ്പിങ്ങിന്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത നമുക്ക് ഒന്ന് രണ്ട് ലോജിക് ഗേറ്റ്സിന്റെ ഫോർവേഡ് ബയസിംഗ് റിവേഴ്സ് ബയസിംഗിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 27. In a PN junction diode, change in temperature due to heating. എന്ത് പറ്റുമെന്ന് പറയാമോ? ഓപ്ഷൻസ് വായിച്ചിട്ട് പറയാം. എന്തായിരിക്കും? എനി ഐഡിയ? ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡില് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡ്യൂ ടു ഹീറ്റിംഗ് എന്താണ് സംഭവിക്കുക? ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൽ when there is a change in temperature due to heating, അവിടെ നടക്കുന്നത് it will affect the overall VI characteristics of a PN junction diode. കാരണം ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ VI ക്യാര എന്ന് പറയുമ്പോൾ കറന്റും വോൾട്ടേജും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് കീപ്പ് ഓൺ ചേഞ്ചിങ്. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടിയാൽ തീർച്ചയായും the number of electron is gonna increase. Okay, so temperature കൂട്ടിയാൽ number of electrons will increase, temperature കുറച്ചാൽ number of electrons might decrease. അപ്പൊ ഈ ഇലക്ട്രോൺസിന്റെ എണ്ണത്തിന് അവിടെ ഒരു വേരിയേഷൻ വരും. ഇലക്ട്രോൺസിന്റെ എണ്ണം നമ്മൾ കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ. അപ്പൊ ബേസ്ഡ് ഓൺ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് എഫക്ട്സ് ദ ഓവറോൾ VI characteristics of a PN junction diode എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 28 നോക്കാം മക്കളെ. Which one of the following represent forward biased diode? ഏതാണ് ഫോർവേഡ് ബയസ്ഡ്? സാർ പറഞ്ഞിരുന്നു ഫോർവേഡ് ബയസ്ഡ് ആകണമെങ്കിൽ P side should be connected to a higher potential compared to the N side. P സൈഡിൽ ഹയർ പൊട്ടൻഷ്യൽ വരണം. അപ്പൊ നോക്കിയേ, ഇവിടെ ഫോർവേഡ് ബയസാ ചോദിക്കുന്നത്. ഏത് ഡയോഡാ ഫോർവേഡ് ബയസ്ഡ്? ഒന്ന് നോക്കിയേ മക്കളെ, പെട്ടെന്ന് ആൻസർ പറയാൻ ട്രൈ ചെയ്തേ. കമോൺ ഗോ ത്രൂ ഇറ്റ്. ബി ആണോ പറഞ്ഞേ? ഡി. ഓക്കെ, എനിവൺ എൽസ്? എനി അതർ ഓപ്ഷൻസ്? Any other
Options, anyone else? Forward biased ആകണമെങ്കിൽ പി സൈഡിൽ ഹയർ പൊട്ടൻഷ്യൽ വരണം, എൻ സൈഡിൽ ലോവർ പൊട്ടൻഷ്യൽ വരണം. അപ്പൊ ഇതാണ് ഒരു ഡയോഡിന്റെ റെപ്രസെന്റേഷൻ കേട്ടോ മക്കളെ. ദിസ് ഇസ് എ റെപ്രസെന്റേഷൻ ഓഫ് ഡയോഡ്. ആരോ പോയിന്റ് ചെയ്യുന്നത് എന്നിലേക്ക് ഓർത്താൽ മതി. അപ്പൊ ദിസ് വിൽ ബി ആരോ പോയിന്റ് ചെയ്യുന്നത് എന്നിലേക്ക് എപ്പോഴും. സോ ദാറ്റ് വിൽ ബി പി. ഇപ്പൊ ഇവിടെ -4ഉം -3ഉം ആണ്. ഏതാ വലുത്? -4 ആണോ -3 ആണോ? ഏതാ മക്കളെ വലുത്? -4 ആണോ -3 ആണോ? അറിയില്ലേ? LKG പഠിക്കുന്ന LKG അല്ല. -3 is greater അല്ലെ? അപ്പൊ ഇതല്ല, ബിക്കോസ് ഹയർ പൊട്ടൻഷ്യൽ ഇസ് കണക്റ്റഡ് ടു ദി എൻ സൈഡ്. ദിസ് ഇസ് റോങ്. ഇവിടെ -2 +2 സെയിം വോൾട്ടേജ് ആണ് മക്കളെ രണ്ട് സൈഡിലും. സെയിം വോൾട്ടേജ് വന്നാൽ അതിലുള്ള കറന്റ് ഫ്ലോ ഉണ്ടാവില്ല. -2 and +2, so that won't also work out. ഇനി 3 and സോറി, കറന്റ് ഫ്ലോ ഉണ്ടാകും. ഒരെണ്ണം പ്ലസും മൈനസും അല്ലേ, കറന്റ് ഫ്ലോ ഉണ്ടാകും. പക്ഷേ ഇവിടെ +2 ആണ് ഹയർ, +2 is connected to the n side. അപ്പോ ഇത് റിവേഴ്സ് ബയസ്ഡ് ആണ്, ഇതിലൂടെ കറന്റ് ഫ്ലോ ഇല്ല. അടുത്ത 3 വോൾട്ടും 5 വോൾട്ടും. അവിടെ 5 വോൾട്ട് ആണ് ഹയർ, 3 വോൾട്ട് ഇസ് ലോവർ. സോ വീണ്ടും ഇത് റിവേഴ്സ് ബയസ്ഡ് ആണ്, അതിലൂടെ കറന്റ് ഫ്ലോ ഇല്ല. ഓപ്ഷൻ 4 നോക്കുക. ഇത് 0 വോൾട്ട് ആണ്. ചിലപ്പോൾ 0 വോൾട്ട് കാണിക്കാൻ വേണ്ടി നമുക്ക് എർത്തിങ് പോലെയൊക്കെ തരും. ഓക്കെ, ഇത് 0 വോൾട്ട് ആണ്, ഇത് -2 വോൾട്ട് ആണ്. Comparing 0 and -2, we find that 0 volt is greater. 0 വോൾട്ട് ആണ് വലുത്. 0 വോൾട്ട് ആണ് വലുത്. P side is connected to the higher potential compared to the N side, and it will conduct. When conduct ചെയ്യും, because P side is connected to a higher potential compared to the N side. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? So the correct answer is option D for the question. Okay. In the given circuit has two ideal diodes connected as shown in the figure. The current flowing through the resistance R1 will be, R1-ലൂടെ പോകുന്ന കറന്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ R1-ലൂടെ പോകുന്ന കറന്റ് കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ രണ്ട് ഡയോഡില് ഏതാണ് ഫോർവേഡ് ബയസ്ഡ്, ഏതാണ് റിവേഴ്സ് ബയസ്ഡ്. As you can see here, 10 വോൾട്ടിന്റെ പോസിറ്റീവ് ആണ് D1-ന്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തു, അല്ലെങ്കിൽ എൻ സൈഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. 10 വോൾട്ടിന്റെ പോസിറ്റീവ് ഇസ് കണക്റ്റഡ് ടു ദി എൻ സൈഡ് ഓഫ് ദി D1. അപ്പൊ എന്ത് പറ്റും? ഇവിടെ D1 ഡയോഡ് എടുക്കുമ്പോൾ എൻ സൈഡ് ഇസ് കണക്റ്റഡ് ടു എ ഹയർ പൊട്ടൻഷ്യൽ കമ്പയർഡ് ടു ദ P സൈഡ്. N side is connected to a higher potential compared to the P side. അതുകൊണ്ട് ഈ ഡയോഡ് D1 എന്ത് ചെയ്യില്ല? കണ്ടക്ട് ചെയ്യില്ല. And there will be no current passing through that branch. ആ ബ്രാഞ്ചിലൂടെ കറന്റ് ഫ്ലോ ഉണ്ടാവില്ല. ആ ബ്രാഞ്ചിലൂടെ കറന്റ് ഫ്ലോ ഉണ്ടാകില്ല. റൈറ്റ്? സോ ദ ഐഡിയ ഈസ്, ആ ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആയിരുന്നു. ആ ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആയത് കാരണം ആ ബ്രാഞ്ചിലൂടെ എന്തുണ്ടാകില്ല? കറന്റ് ഫ്ലോ ഉണ്ടാകില്ല. There won't be a current flow through the branch. ഇനി മക്കൾ ഇവിടെ നോക്കിക്കേ, ഡയോഡ് D2ന്റെ കേസോ? This is a P side. ഡയോഡ് D2ന്റെ കേസില് 10 വോൾട്ടിന്റെ പോസിറ്റീവ് ടെർമിനൽ is connected to the P of the D2. അതായത് D2 ഫോർവേഡ് ബയസ്ഡ് ആണ്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, D2ന്റെ അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട് എന്നൊന്നും അവർ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. അപ്പൊ D2ന്റെ അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട് എന്ന് പറയാത്തിടത്തോളം കാലം നമ്മൾ അതിനെക്കുറിച്ച് ബോധറിയേ വേണ്ട. അപ്പൊ ഇവിടെ ആകെ ഇത്ര മാത്രമേ ഉള്ളൂ സർക്യൂട്ട്. നമുക്ക് വേണ്ടത് കറന്റ് ത്രൂ 2 ഓം ആണ്. കറന്റ് കണ്ടുപിടിക്കാൻ ഓംസ് ലോ യൂസ് ചെയ്താൽ മതി. I is equal to V/R. V is equal to 10 വോൾട്ട് ആണ്. R എന്ന് പറഞ്ഞാൽ ഈ 2ഉം സീരീസ് ആണ്. So that will be 4, which will be equal to 5/2 or 2.5 ampere. Option A ആണ് correct answer. Very good മോളെ. Option A is the right answer, 2.5 ampere. അപ്പൊ മക്കൾ ചെയ്യേണ്ടത്, രണ്ട് ഡയോഡ് ഉള്ളപ്പോ അതിനകത്ത് ഏത് ഡയോഡാണ് വർക്ക് ചെയ്യുക, ഏത് ഡയോഡാണ് വർക്ക് ചെയ്യാത്തത് ഇൻ ദ സെൻസ് ഏതാണ് റിവേഴ്സ് ബയസ്ഡ് ആകുന്നത്, ഏതാണ് ഫോർവേഡ് ബയസ്ഡ് ആകുന്നത് ഐഡന്റിഫൈ ചെയ്യണം. വൺസ് യു ഐഡന്റിഫൈ ദാറ്റ്, നമ്മുടെ ജോബ് ഇസ് ഹാഫ് ഡൺ. പിന്നെ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലായോ അത്? Is it clear for everyone?
Yes, sir. Now, please do question number 33. അതിന് വളരെ similar ആയിട്ട് question ആണ് question number 33. Two ideal diodes are connected to a battery as shown in the circuit. The current supplied by the batteries. Again, current ആണ് കണ്ടുപിടിക്കേണ്ടത്. Diode D1 and D2 is here. ഏത് ഡയോഡ് ആണ് ഫോർവേഡ് ബയസ്ഡ്, ഏതാണ് റിവേഴ്സ് ബയസ്ഡ് എന്നാണ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഏതാ അവിടെ ഫോർവേഡ്, ഏതാണ് അവിടെ റിവേഴ്സ്ഡ്? പ്ലീസ് ടെൽ. ടെർമിനൽ കണക്ഷൻ നോക്കിയാൽ മതി. ബാറ്ററിയുടെ പോസിറ്റീവ് എങ്ങോട്ടാണ് കണക്റ്റഡ് ആകുന്നത്, ബാറ്ററിയുടെ നെഗറ്റീവ് എങ്ങോട്ടാണ് കണക്റ്റഡ് ആകുന്നത്. D1 and D2 is here. മക്കളെ D2 ഫോർവേഡ് ആണോ റിവേഴ്സ്ഡ് ആണോ? എന്തുകൊണ്ടാണ് റിവേഴ്സ്ഡ്? നോക്കിക്കേ, ഇവിടെ എൻ സൈഡാ വരുന്നത്. ബാറ്ററിയുടെ എൻ ടൈപ്പ്, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഇസ് കണക്റ്റഡ് ടു ദി എൻ സൈഡ് ഓഫ് D2. സിൻസ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ D2ന്റെ എൻ സൈഡിലേക്ക് കണക്ട് ചെയ്താൽ അത് കണ്ടക്ട് ചെയ്യത്തില്ല. ഇറ്റ് ഇസ് റിവേഴ്സ് ബയസ്ഡ്. ഇപ്പൊ D2 റിവേഴ്സ് ബയസ്ഡ് ആണ്. റിവേഴ്സ് ബയസ്ഡ് ആയതുകൊണ്ട് മക്കളെ ഈ ബ്രാഞ്ചിലൂടെ കറന്റ് ഫ്ലോ ഇല്ല. ഐ എം ജസ്റ്റ് റബ്ബിംഗ് ദാറ്റ് ഓഫ്. ആ ബ്രാഞ്ച് തന്നെ ഞാൻ റബ്ബ് ചെയ്ത് കളഞ്ഞു. ആ ബ്രാഞ്ചിലൂടെ കറന്റ് ഫ്ലോ ഇല്ല, സിൻസ് ഇറ്റ് ഇസ് റിവേഴ്സ് ബയസ്ഡ്. സിൻസ് ഇറ്റ് ഇസ് റിവേഴ്സ് ബയസ്ഡ്. ബാക്കി സർക്യൂട്ട് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെയും ഡയോഡിന് അക്രോസ് ഡ്രോപ്പ് ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടില്ല, വോൾട്ടേജ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നില്ല. സോ സിംപ്ലി കറന്റ് കണ്ടുപിടിക്കാൻ I is equal to V by R. I is equal to V by R. And what is the condition? V തന്നിട്ടുണ്ട് 5 ആണ്, R അറിയാം 10 ആണ്. That will be 1/2 or 0.5. Option D is the answer for the question. Option D ആണ് അവിടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 34 നോക്കാം. ഇൻ ഫോർവേഡ് ബയസിംഗ് ഓഫ് ദ PN ജംഗ്ഷൻ 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് കറക്റ്റ്? പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി is connected to the P side and the depletion region becomes thick. ഓക്കെ, പോസിറ്റീവ് ടെർമിനൽ P സൈഡ് കറക്റ്റ് ആണ്. ഡിപ്ലീഷൻ റീജിയൻ പക്ഷെ തിക്ക് ആണോ തിൻ ആണോ ആകുന്നത്? പോസിറ്റീവ് ടെർമിനൽ കണക്റ്റഡ് ടു ദ P സൈഡ് എന്ന് പറഞ്ഞാൽ അത് ഫോർവേഡ് ബയസിംഗ് ആണ്. ഫോർവേഡ് ബയസിംഗിൽ ഡിപ്ലീഷൻ റീജിയന്റെ വിട്ട് കുറഞ്ഞാണ് വരുന്നത് ഫോർവേഡ് ബയസിംഗ്. അപ്പോ എന്തായാലും ഓപ്ഷൻ എ അല്ല, ബിക്കോസ് ഡിപ്ലീഷൻ റീജിയൻ തിക്ക് അല്ല, തിന്നാണ് ആകേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ ഓപ്ഷൻ ബി, പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി is connected to the N side. അത് തെറ്റ്. സോ ഓപ്ഷൻ ബിയും റോങ് ആണ്. സോ ഓപ്ഷൻ ബി is also wrong. ഇനി the positive terminal of the battery is connected to the N side. വീണ്ടും തെറ്റ്. പോസിറ്റീവ് ടെർമിനൽ കണക്റ്റഡ് ടു ദി N side അല്ല, പോസിറ്റീവ് ടെർമിനൽ കണക്റ്റഡ് ടു ദി P side ആണ്. That's option D. The positive terminal of the battery connected to the P side and the depletion region becomes thin. The correct answer is option D. P side ലേക്ക് കണക്ട് ചെയ്യുന്നത് പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആണ്. അതിനെ ഫോർവേഡ് ബയസിംഗ് എന്ന് പറയും. ഒരു ഡയോഡ് ഫോർവേഡ് ബയസ് ചെയ്യുമ്പോൾ ഡിപ്ലീഷൻ റീജിയന്റെ തിക്നെസ് കുറയും. ഡിപ്ലീഷന്റെ വിട്ട് കുറഞ്ഞു വരും. So that is the logic there. So option D is the right answer for the question. മക്കൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? Is it clear? Should I repeat this again? Is it clear, everyone? Yes, sir. All right. So move to question number. Okay, good. Question number 35. നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ഫോർവേഡ് ബയസ് ആണ്. ഫോർവേഡ് ബയസ് റിവേഴ്സ് ബയസ് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ പ്രതീക്ഷിക്കുക കേട്ടോ. സോ ക്വസ്റ്റ്യൻ നമ്പർ 35 ഒന്ന് ചെയ്തേ മക്കളെ, പെട്ടെന്ന് ആൻസർ പറഞ്ഞു. ചാറ്റ് ബോക്സിൽ പെട്ടെന്ന് ആൻസർ ഇടൂ. യു ഹാവ് 30 seconds. കം ഓൺ, ക്വിക്ക്. വാട്ട് ഇസ് ഇറ്റ്? ഏതാ ഫോർവേഡ് ബയസ്ഡ്? പറഞ്ഞോ. P side should be at a higher potential. A ആണോ, B ആണോ, C ആണോ, D ആണോ? അത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടോ? പറയൂ. ഓപ്ഷൻ എ ഫോർവേഡ് ബയസ്ഡ് ആണോ, റിവേഴ്സ് ബയസ്ഡ് ആണോ? P side is connected to a higher potential. ഇത് ഫോർവേഡ് ബയസ്ഡ് ആണ്. ഓപ്ഷൻ ബി -10 എർത്തും എന്ന് വെച്ചാൽ 0 വോൾട്ട് കേട്ടോ. എർത്ത് എന്ന് വെച്ചാൽ 0 വോൾട്ട്. എർത്ത് ഇസ് ആക്ച്വലി 0 വോൾട്ട്. ഓക്കെ, എർത്ത് 0 വോൾട്ട്. അപ്പോ 0യും -10ഉം ഏതാ ഹയർ? 0 ആണ് ഹയർ. അപ്പൊ ഇത് റിവേഴ്സ് ബയസ്ഡ്. സി -12ഉം -5ഉം. -5 is connected to the P side. മറ്റത് -12 ആണ്. അപ്പൊ ഇത് ഫോർവേഡ് ബയസ്ഡ്. ഓക്കെ, ഇവിടെ വരുന്നത് 0യും ഇത് +5ഉം. ഏതാ വലുത് മക്കളെ? +5 is greater. അപ്പൊ ഇതും റിവേഴ്സ് ബയസ്ഡ് ആണ്.
ഫോർവേഡ് ബയസ്ഡ് ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്, എയും സിയും. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി. സി ആൻഡ് എ ഇസ് ഓൺലി ഫോർവേഡ് ബയസ്ഡ് ഡയോഡ്സ്. സിയും എയും ആണ് ആൻസർ. ഓക്കെ, ഓക്കെ, മനസ്സിലായോ? അത് സംശയമുണ്ടോ? Is it clear? Yes, sir. Then tell me the answer for question number 42, മക്കളെ. പെട്ടെന്ന് 42 ന്റെ ആൻസർ പറഞ്ഞേ. 42. ഓപ്ഷൻ A. ഓപ്ഷൻ എ നമുക്ക് നോക്കാം. 0 ഫോർവേഡ് ബയസ് ചെയ്തോന്നല്ലേ? ഇത് 0, ഇത് -2. ഓക്കെ, ഇത് 0 is greater than -2. യെസ്, സ്ട്രേറ്റ് അവേ പറയാം ഓപ്ഷൻ എ ആണ്, വേറെ അധികം ചിന്തിക്കൊന്നും വേണ്ട. അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ കറക്റ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അങ്ങനെ ഒരു ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പൊ ഓപ്ഷൻ എ കറക്റ്റ് ആയി കിട്ടിയാൽ അത് തന്നെയാണ് ആൻസർ, വേറെ ആൻസേഴ്സിന്റെ പ്രോബബിലിറ്റി ഒന്നും ഇല്ല അവിടെ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ കുറേ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട്, മക്കൾ അതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ഇറ്റ്സ് ഓൾ വെരി വെരി സിമ്പിൾ. അതാണ് സാർ പെട്ടെന്ന് പോകുന്നത്. വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻസ് എല്ലാം, ഒട്ടും ബുദ്ധിമുട്ടില്ല. വൺസ് യു നോ ദ തിയററ്റിക്കൽ പോർഷൻ, അതിന്റെ വീഡിയോ സാർ അയച്ചതെന്ന് അറിയാമെങ്കിൽ ഓൾ ദി ക്വസ്റ്റ്യൻസ് ആർ വെരി ഈസി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 54 ആണ് ആദ്യം ചെയ്യും. 54 എങ്ങനെയാണ് 54 ചെയ്യും? A Zener diode having breakdown voltage equal to 15 volt is used in a voltage regulator circuit shown in the figure. The current through the diode is ഡയോഡിലൂടെയുള്ള കറന്റ് എത്രയാണെന്നാണ് അറിയേണ്ടത്. ഓക്കെ, മക്കൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, നമ്മൾ സെനർ ഡയോഡ് എന്ന് പറയുന്ന ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആണ് ഈ സെനർ എന്ന് പറയുന്നത്. അതായത് സെനറിനെ ആരുടെ അക്രോസ് ആണോ നമ്മൾ കണക്ട് ചെയ്യുന്നത്, ആ ഡിവൈസിന്റെ വോൾട്ടേജ് will be equal to the voltage of the zener. അപ്പൊ ഓർത്തിരിക്കുക, സെനറിനെ ആരുടെ അക്രോസ് ആണോ നമ്മൾ കണക്ട് ചെയ്യുന്നത്, ആ ഡിവൈസിന്റെ വോൾട്ടേജ് will be equal to the voltage of the zener. അത് സെനറിന്റെ വോൾട്ടേജിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് ലോജിക്കൽ ഐഡിയ സെനറിനെ കുറിച്ച്. അപ്പൊ ഇവിടെ നോക്കാം മക്കളെ, നമുക്ക് വേണ്ടത് കറന്റ് ത്രൂ ദ ഡയോഡ് ആണ്. ഡയോഡ് എവിടെ ഇരിക്കുന്നത്? സെനർ, ഈ ബ്രാഞ്ചിലുള്ള കറന്റ് ആണ് വേണ്ടത്. അപ്പൊ ഈ ബ്രാഞ്ചിലുള്ള കറന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 20 വോൾട്ട് ആണ് കൊടുക്കുന്നത്. 15 വോൾട്ട് ആണ് സെനറിന് അക്രോസ് വരുന്ന വോൾട്ടേജ്. ഞാൻ പറഞ്ഞു, സെനറിനെ ആരുടെ അക്രോസ് ആണോ നമ്മൾ കണക്ട് ചെയ്യുന്നത്, ആ ഡിവൈസിന്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സെനറിന്റെ വോൾട്ടേജ് തന്നെ ആയിരിക്കും. അപ്പോ ഈ 15 വോൾട്ട് ആണ് ഇവന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ്, കാരണം സെനറിനെ അവനെ അക്രോസ് കണക്ട് ചെയ്തേക്കുന്നത്. ദാറ്റ്സ് 15 വോൾട്ട്. ഓക്കെ, അപ്പൊ ഇത് 15 വോൾട്ട് ആണെങ്കിൽ മക്കളെ, നമുക്ക് ഈ റെസിസ്റ്റൻസിന്റെ, അതായത് ഈ ബ്രാഞ്ചിലൂടെയുള്ള കറന്റ് കണ്ടുപിടിക്കാം. I'll call it I1. I is equal to V by R. So 15 by 1 kilo ohm, 10 raised to 3. That will be 15 into 10 raised to -3 എന്നാണ് വരുന്നത്. സോ കറന്റ് നമുക്ക് കിട്ടി, I1 കിട്ടി, 15 into 10 raised to -3. നമുക്ക് വേണ്ടത് സെനറിലൂടെയുള്ള കറന്റ് ആണ്. സെനറിലൂടെയുള്ള കറന്റ്, അതായത് 1 കിലോ ഓമിനുള്ള കറന്റ് അല്ല നമുക്ക് വേണ്ടേ, സെനറിനകത്തുള്ള കറന്റാണ് വേണ്ടത്. മക്കൾ ഇവിടെ നോക്കിക്കേ, 20 വോൾട്ട് ആണ് ടോട്ടൽ കൊടുത്തത്. ആ 20 വോൾട്ടിനകത്ത് 15 വോൾട്ട് ഇറ്റ് അപ്പിയേഴ്സ് അക്രോസ് സെനർ. 20 വോൾട്ടിൽ 15 വോൾട്ട് എവിടെ വന്നു? സെനറിന് അക്രോസ് വന്നു. ബാക്കി എന്താ ഉള്ളത്? 20 വോൾട്ടിൽ 15 വോൾട്ട് സെനറിന് അക്രോസ് വന്നു, ബാക്കിയുള്ളത് 5 വോൾട്ട്. ദിസ് 5 വോൾട്ട് വിൽ അപ്പിയർ അക്രോസ് 250 ഓം. അപ്പൊ 250 ഓമിന് അക്രോസ് വരുന്നത് 5 വോൾട്ട് ആണ്. അപ്പൊ നമുക്ക് 250 ഓമിന്റെ കറന്റ് കണ്ടുപിടിക്കാം. ഞാൻ അവനെ I എന്ന് വിളിക്കുന്നു. I is equal to V by R. 5 by 250, that will be 1 by 50. That will be 0.1 is 0, 10 is 0, 100 is 4. അപ്പൊ ഈ കറന്റ് കിട്ടി. Or you can write it as 40 into 10 raised to -3. Okay, അപ്പൊ മെയിൻ കറന്റ് കിട്ടി. നമുക്ക് വേണ്ടത് ഏതാ? സെനറിലൂടെയുള്ള കറന്റ് ആണ്. So the current will be equal to, സെനറിലൂടെയുള്ള കറന്റ് will be equal to I Z equal to I minus I1, that will be equal to 40 minus 15, that will be what? 40 minus 15 എന്ന് പറയുമ്പോൾ 25 milliampere will be the current. Option 25 milliampere എന്നൊരു ഓപ്ഷൻ ഇല്ലല്ലോ അവിടെ. അതെന്താ? നമുക്ക് വാല്യൂ കിട്ടി, തെറ്റിപ്പോയോ മക്കളെ?
സോ നമ്മളിവിടെ പറഞ്ഞു 40 into 10 raised to നമുക്ക് 25 എന്നാണ് വന്നത് നമ്മൾ ചെയ്ത് നോക്കിയപ്പോ അല്ലെ. പക്ഷെ എന്തുകൊണ്ട് അതല്ല ആൻസർ എന്ന് പറയാൻ കാരണം ബിക്കോസ് നമ്മൾ ഇവിടെ ഒരു ചെറിയ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. നോക്കിക്കേ 1/50 എന്ന് പറയുന്നത് 0.04 ആണോ? അല്ല, ശ്രദ്ധിക്കണം കേട്ടോ. I is equal to 1/50 which is equal to 0.02 ആണ്. അതായത് 20 മില്ലി ആംപിയർ ആണ്. അപ്പൊ I20 എന്ന് കിട്ടി, I115 എന്ന് കിട്ടി. അപ്പൊ IZ കറന്റ് ത്രൂ ദ സെനർ. അപ്പൊ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി മക്കളെ. ഇതാണ് വരുന്ന കറന്റ്, ഇതാണ് I1, ഇതാണ് IZ. So according to the concept of junction rule, IZ will be equal to sum of current entering minus the sum of current leaving. That will be 20 minus 15, which is 5 milliampere. So correct answer is 5 milliampere. 25 milliampere അല്ല. ഇനി 25 milliampere ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഓപ്ഷൻ തെറ്റിപ്പോയാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോളാം മക്കള്. കാൽക്കുലേഷൻ പാർട്ട് മിസ്റ്റേക്സ് വരുത്താനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് കമ്മിറ്റ് എനി മിസ്റ്റേക്സ് ഇൻ ദ കാൽക്കുലേഷൻ പാർട്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. കാൽക്കുലേഷൻ പാർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് മിസ്റ്റേക്ക് വരുത്താതെ ശ്രദ്ധിച്ചോളാം. ഓൾറൈറ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻ നമ്പർ 54. വൺസ് അഗെയിൻ, സെനറിനെ ആരുടെ അക്രോസ് ആണോ കണക്ട് ചെയ്യുന്നത് അവന്റെ വോൾട്ടേജും സെനറിന്റെ വോൾട്ടേജും സെയിം ആയിരിക്കും. അപ്പൊ 1 കിലോ ഓമിന്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 15 വോൾട്ട് ആണ്. കറണ്ട് കണ്ടുപിടിച്ചു, I is equal to V/R ഫോർമുല. ഇനി സെനറിന് അക്രോസ് ഓൾറെഡി 15 വോൾട്ട് വന്നു. ബാക്കി എത്രയുള്ളത്? 20 വോൾട്ടാ കൊടുത്തത്. 15 വോൾട്ട് സെനറിന് അക്രോസ് പോയി. ബാക്കിയുള്ളത് 5 വോൾട്ട് ആണ്. That 5 volt will appear across the 250 ohm. അപ്പൊ 250 ഓമിന് അക്രോസ് വരുന്നത് 5 വോൾട്ട് ആണ്. So I is equal to 5/250, which is equal to 1/50. 5/250, which is equal to 1/50. That is 0.02 20 milliampere. Finally, വരുന്ന കറന്റ് 20 ആണ്. 1 കിലോ ഓമിലൂടെ പോകുന്നത് 15 ആണ്. അപ്പൊ സെനറിലൂടെ പോകുന്ന കറന്റ് 20 minus 15, which is equal to 5 milliamperes. Okay, നമുക്ക് എല്ലാവർക്കും മനസ്സിലായ? ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? Is it clear for everyone? Say yes or no. Is it clear everyone? Yes, sir. ഒന്നുകൂടെ പറയണോ? Anyone? Okay then. Fine. Let's move to the next question. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 55 നമുക്ക് നോക്കാം. A PN junction diode is fabricated from a semiconductor with a band gap of 2.5 electron volt. It can detect a signal of wavelength. അതാണ് ക്വസ്റ്റ്യൻ. ഒരു സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്യാൻ ഇവന് സാധിക്കും ഏത് വേവ് ലെങ്ത് ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, എനർജി തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് ചോദിച്ചാൽ മക്കള് മോഡേൺ ഫിസിക്സിൽ പഠിക്കുന്ന കണ്ടീഷൻ യൂസ് ചെയ്താൽ മതി. എനർജി ഈക്വൽ ടു, മോഡേൺ ഫിസിക്സിൽ പഠിക്കുന്ന കണ്ടീഷൻ അങ്ങനെ തന്നെ യൂസ് ചെയ്താൽ മതി. എനർജി ഇസ് ഈക്വൽ ടു hc/λ. അതാണ് ഫോർമുല. അപ്പൊ അവിടെ ഒന്നുകൊണ്ട് ഷോർട്ട് കട്ട്സ് സാർ പറഞ്ഞിരുന്നു, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഇസ് ഈക്വൽ ടു 1240/λ in നാനോമീറ്റർ. വേണമെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇപ്പൊ λ in നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ that is going to be equal to 1240 energy in electron volt. What is the value for energy? 2.5 ആണ് energy. So that will be divide ചെയ്യുമ്പോൾ 12 2.5 എത്ര പോകും നോക്കാം. Goes 4 times. Okay, അപ്പോ 4, ബാക്കി 24 എത്ര വർഷം പോകും നോക്കാം. 24 it goes 1 2 3 4 5 6 7 8 9 times, right? 24 9 times, ബാക്കി 1.5 150 എത്ര വർഷം പോകും നോക്കാം. ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ മക്കളെ. Tell me the answer. What is the right answer for the question? അപ്പൊ 1240 ആക്ച്വലി അപ്രോക്സിമേറ്റഡ് ആണ് കേട്ടോ. അത് അപ്രോക്സിമേറ്റഡ് വാല്യൂ ആണ് 1240 എന്ന് പറയുന്നത്. കറക്റ്റ് ഡെസിമൽ പ്ലേസസ് എല്ലാം നമ്മൾ വെച്ചിടുന്ന ഒരു വാല്യൂ അല്ല. അതുകൊണ്ട് നിങ്ങൾ ചെല്ലുമ്പോൾ കറക്റ്റ് ഓപ്ഷനുള്ള വാല്യൂ കിട്ടിയെന്ന് വരില്ല, ബട്ട് വെരി ക്ലോസ് ടു ദാറ്റ് ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, വാട്ട് ഇസ് ഇറ്റ്? എത്ര കിട്ടുന്നേ? 1240/2.5.
എത്ര കിട്ടുന്നേ? കിട്ടിയില്ലേ? എന്തെങ്കിലും വാല്യൂ കിട്ടുന്നുണ്ടോ ചെയ്തിട്ട്? എനിവൺ? കാൽക്കുലേഷൻ ചെയ്യൂ. Anyone? $496 എന്നൊരു വാല്യൂ കിട്ടിയ ആർക്കെങ്കിലും? 496 എന്ന് കിട്ടിയോ? ഇതിന്റെ വാല്യൂ ഇസ് ഗോണ ബി 496 ആക്ച്വലി, കേട്ടോ. അപ്പൊ നാനോമീറ്ററിൽ 496 പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് ആംസ്ട്രോങ് ആക്കി മാറ്റാം. അപ്പൊ ആംസ്ട്രോങ് ആക്കി മാറ്റുമ്പോൾ ലാംഡ വിൽ ബി കറസ്പോണ്ടിങ് ടു 4960 ആംസ്ട്രോങ് എന്ന് പറയും. ഓക്കെ, ഇത് നാനോമീറ്ററിലാണ്. നാനോമീറ്റർ എന്ന് പറയുമ്പോൾ ഇൻറ്റു 10⁻⁹ ആണ് നാനോമീറ്റർ എന്ന് പറയുന്നത്. 10⁻⁹ ആണ്. അപ്പൊ നെക്സ്റ്റ് ഒരു 0 കൂടി ആഡ് ചെയ്ത് അവനെ ആംസ്ട്രോങ് ആക്കി മാറ്റി 4960. അപ്പൊ 4960 വരെ ഉള്ള വേവ് ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 4960 വരെ എന്ന് പറയുമ്പോൾ 6000 ആയിരിക്കില്ല. ഓൺലി ഓപ്ഷൻ സി 4000 ആംസ്ട്രോങ് ആണ് നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ സി ഇസ് ഗോണ ബി ദ ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ഗോണ ബി ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ദാറ്റ് ഇസ് ഇറ്റ്. സോ അതുപോലെ തന്നെ അടുത്ത 56 ചെയ്യണമെങ്കിലും സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. PN ജംഗ്ഷൻ ഡയോഡ് ഇസ് മെയ്ഡ് ഓഫ് മെറ്റീരിയൽ വിത്ത് ബാൻഡ് ഗ്യാപ്പ്. എനർജി ഗ്യാപ്പ് തന്നിട്ടുണ്ട് 2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. മിനിമം ഫ്രീക്വൻസി ദാറ്റ് ക്യാൻ ബി അബ്സോർബ്. അവിടെ മക്കള് ലാംഡ കണ്ടുപിടിക്കുക. ലാംഡ കണ്ടുപിടിച്ചതിന് ശേഷം വേവ് ലെങ്ത് കണ്ടുപിടിക്കുക. അത്രയുള്ള ഐഡിയ. സെയിം ഫോർമുല, നത്തിങ് എൽസ്. 57 Zener diode is used for. എന്തിനാ Zener diode യൂസ് ചെയ്യുന്നത്? ആംപ്ലിഫിക്കേഷൻ അല്ല, റെക്ടിഫിക്കേഷൻ അല്ല, ഓസിലേഷൻസിനല്ല, സ്റ്റെബിലൈസേഷൻ ആണ്. ഓപ്ഷൻ സി is the right answer for the question. 57 ആൻസർ is for stabilization of the voltage. Okay. Question number 52 ചെയ്യണമെങ്കിലും നമ്മൾ ഇപ്പൊ ചെയ്ത അതേ മെത്തേഡ് മക്കളെ. 1240 by lambda in nanometer ആണ് ഫോർമുല. അപ്പോൾ എനർജി ഗ്യാപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ 1240 by this എനർജി വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി, ആൻസർ കിട്ടും. നത്തിങ് എൽസ്. ഓക്കെ, ഡയറക്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ ആണ്. ആ ഒരു ഫോർമുല ഈ ടൈപ്പ് ക്വസ്റ്റൻ എങ്ങനെ വന്നാലും നിങ്ങൾ എന്ത് യൂസ് ചെയ്താൽ മതി? E = hc by lambda വെച്ചിട്ട് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റൻ നമ്പർ 59 നമുക്ക് നോക്കാം. For the logic circuit shown, the truth table is. ഈ തന്നിട്ടുള്ള ലോജിക് സർക്യൂട്ടിന്റെ ട്രൂത്ത് ടേബിൾ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ലോജിക് ഗേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. അപ്പൊ ലോജിക് ഗേറ്റും കാര്യങ്ങളും കണ്ടപ്പോ നമുക്ക് മനസ്സിലായി കാണും പല ടൈപ്സ് ഓഫ് ഗേറ്റ്സ് ഉണ്ട്. ദിസ് ഇസ് ആക്ച്വലി നോട്ട് ഗേറ്റ്. ഇതൊരു നോർ ഗേറ്റ് ആണ്. ഇതൊരു നോർ ഗേറ്റ് ആണ്. ഇതൊരു നോട്ട് ഗേറ്റ് ആണ്. അപ്പൊ ഇതിന്റെ വീഡിയോസ് കാണാത്തവര് കാണുക. വേണമെങ്കിൽ സാറിന്റെ ചാനലും കിടക്കുന്നുണ്ട് വീഡിയോസ്. സോ ഗോ ആൻഡ് വാച്ച് ദാറ്റ്. ഓക്കെ, സാർ ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണുമെന്ന് എനിക്കറിയാം. അപ്പൊ ഇതൊരു നോട്ട് ഗേറ്റ് ആണ്, ഇതൊരു നോർ ഗേറ്റ് ആണ്. ഇനി എങ്ങനെയാണ് ഇവന്റെ ഔട്ട്പുട്ട് എടുക്കുക എന്ന് നമുക്ക് നോക്കാം. ഹൗ ഡു യു ടേക്ക് ദ ഔട്ട്പുട്ട് ഓഫ് ദിസ്? അപ്പൊ ഒരു എ എന്ന ടെർമിനലിൽ ഞാൻ 0 കൊടുത്തെന്ന് വിചാരിക്കാം. ഇവിടെയും 0 കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പൊ 0 0 ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ നോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ ഇൻവേർട്ടർ. 0 കൊടുത്താൽ അതിനെ 1 ആക്കി മാറ്റും. അതാണ് ഒരു ഇൻവേർട്ടർ ചെയ്യുന്നത്. 1 കൊടുത്താൽ അതിനെ 0 ആക്കി മാറ്റും. അപ്പൊ 1ഉം 1ഉം ഞാൻ കൊടുക്കുന്നത് ഒരു ഓർ ഗേറ്റിലാണ്. മക്കൾ ഓർക്കുക, ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ y = a + b ആണ്. പക്ഷെ അറ്റത്ത് ഒരു ചിഹ്നം കൂടിയുണ്ട്. സോ ഇറ്റ് ഇസ് ആക്ച്വലി എ നോർ ഗേറ്റ്. ആദ്യം ഓർ ചെയ്യും, പിന്നെ നോട്ട് ചെയ്യും. അതാണ് നോർ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഓർ ചെയ്യുമ്പോൾ 1 + 1 will be equal to 1. ഓർ ചെയ്യുമ്പോൾ ഓർ ഓപ്പറേഷൻ ആണ്. അതിനെ എന്ത് ചെയ്യും? നമ്മള് നോട്ട് ചെയ്യും. ദാറ്റ് വിൽ ബി 0. അപ്പൊ 0 0 ഇൻപുട്ട് കൊടുത്താൽ എനിക്ക് കിട്ടാൻ പോകുന്നത് 0 ആണ് ഔട്ട്പുട്ട് ആയിട്ട്. അപ്പൊ 0 0 0 വരുന്ന ഓപ്ഷൻ ഏതൊക്കെയുണ്ട്? അങ്ങനെ വരുന്ന ഓപ്ഷൻ 2 എണ്ണം ഉണ്ട്. ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ബി ഉണ്ട്. ഓക്കെ, ഇനി മക്കൾ ചെയ്യേണ്ടത് അടുത്ത ഇൻപുട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇൻപുട്ട് ലെറ്റ്സ് കീപ് ഇറ്റ് 0 and 1 കൊടുക്കാം. 0ഉം 1ഉം. 0 കൊടുത്താൽ നോട്ട് ചെയ്ത് 1 ആക്കും. 1 കൊടുത്താൽ നോട്ട് ചെയ്ത് 0 ആക്കും. ഇത് ഓർ ചെയ്തിട്ട് പിന്നെ നോട്ട് ചെയ്യണം. ഫസ്റ്റ് ഓർ ചെയ്യുമ്പോൾ 1 + 0 എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ടു 1 ആണ്.
അപ്പോ 1 + 0 is 1. അതിനെ എന്ത് ചെയ്തു? നോട്ട് ചെയ്യുന്നു. അപ്പൊ ഔട്ട്പുട്ട് 0 ആണ്. സോ മക്കളെ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ എ, which is the right answer for the question. അപ്പൊ ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ദാറ്റ് വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് മനസ്സിലായോ? അത് മനസ്സിലാവാൻ വേണ്ടി ഓർമ്മ നമുക്ക് ചെയ്യാം. 64 കൂടി നോക്കി. To get output 1 for the following circuit, the correct choice for the input is. ഇൻപുട്ടിന്റെ കറക്റ്റ് ചോയ്സ് ആണ് വേണ്ടത്. ഓക്കെ, എന്താണ് ഇൻപുട്ടിന്റെ കറക്റ്റ് ചോയ്സ്? പല പല ഇൻപുട്സ് നമുക്കുണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഓക്കെ, പല പല ഇൻപുട്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് എന്നാണ് ചോദ്യം. നമുക്ക് ഫസ്റ്റ് വൺ ട്രൈ ചെയ്ത് നോക്കാം. എ 1 ഔട്ട്പുട്ട് 1 എന്ന് പറയുന്നത് മക്കളെ നമുക്ക് റിവേഴ്സ് മെത്തഡോളജി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നോക്കാം, ഔട്ട്പുട്ട് എന്തായാലും 1 എന്ന് പറയുന്നുണ്ട്. ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആകണമെങ്കിൽ രണ്ട് ഇൻപുട്ടും 1 ആകണം. ഓക്കെ, ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആകണമെങ്കിൽ രണ്ട് ഇൻപുട്ടും 1 ആകണം. എന്നാൽ മാത്രമേ ഒരു ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആകത്തുള്ളൂ. അപ്പൊ ഇവിടെ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആണ്. ഈ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം രണ്ട് ഇൻപുട്ടും 1 ആണ്. അപ്പൊ സി 1 ആണ്. സി 1 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ മക്കളെ, ഓപ്ഷൻ ബി ആണ്. അതുകൊണ്ട് ആൻസർ ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പൊ ഔട്ട്പുട്ട് 1 ആവണം. ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആകണമെങ്കിൽ രണ്ട് ഇൻപുട്ടും 1 ആകണം. Only if both the inputs are 1, the output will be 1 in case of an AND gate. That is the idea. അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 65 ഒന്ന് ചെയ്യാം. The output X of the logic circuit shown in the figure will. ഓക്കെ മക്കളെ, ഈ കാണിച്ചേക്കുന്ന സംഭവമില്ലേ, ഇതൊരു നോട്ട് ഗേറ്റ് ആണ്. നോട്ട് ഗേറ്റ് രണ്ട് രീതിയിൽ കൂടി ഇതൊരു നോട്ട് ഗേറ്റിന്റെ റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, ഇവനെ രണ്ട് ഇൻപുട്ടും ഷോർട്ട് ചെയ്ത ഒരു നാൻഡ് ഗേറ്റ്, ഇതൊരു നോട്ട് ഗേറ്റ് ആണ്. രണ്ട് ഇൻപുട്സും ഷോർട്ട് ചെയ്ത ഒരു നോർ ഗേറ്റ്, അതും ഒരു നോട്ട് ഗേറ്റ് ആണ്. അപ്പൊ ഇത് മൂന്നും നോട്ട് ഗേറ്റിന്റെ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഇതൊരു നോട്ട് ഗേറ്റ് ആണ്. ഈ അറ്റത്തിരിക്കുന്നില്ലേ മക്കളെ, അതും ഒരു നോട്ട് ഗേറ്റ് ആണ്. ഒരു നോട്ടും വന്നാൽ രണ്ടുപേരുടെയും എഫക്റ്റ് ക്യാൻസൽ ആയി പോയി. ഒരു നോട്ടും വന്നാൽ രണ്ടുപേരുടെയും എഫക്റ്റ് ക്യാൻസൽ ആയി പോയി. സോ ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു ആൻഡ് ഗേറ്റ് ആണ് കിട്ടുന്നത്. സോ ഈ രണ്ട് നോട്ടിന്റെയും എഫക്റ്റ് ക്യാൻസൽ ആയി പോയി, ബാക്കി നമുക്കൊരു ആൻഡ് ആണ് കിട്ടുന്നത്. വാട്ട് ഇസ് ദ കണ്ടീഷൻ ഫോർ ആൻ ആൻഡ് ഗേറ്റ്? X equal to A into P. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ രണ്ട് നോട്ട് അടുത്തടുത്ത് വന്നാൽ അത് ക്യാൻസൽ ആയി പോകും. രണ്ട് നോട്ട് അടുത്തടുത്ത് വന്നാൽ അത് ക്യാൻസൽ ആയി പോകും. അപ്പൊ റിസൾട്ട് എന്താ? ഇവിടെ ആൻഡ് ആണ്. ആൻഡ് എന്ന് വെച്ചാൽ A into B. 66ഉം അതുപോലെയാണ്. ഇവിടെ ഒരു നോട്ട്, ഇവിടെ ഒരു നോട്ട് ക്യാൻസൽ ആയി പോയി. ബാക്കിയാണുള്ളത് എന്താണ്? ആൻഡ് ആണ്. ഓപ്ഷൻ എ, ആൻഡ് ഗേറ്റ് ഇസ് ആൻസർ. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, ട്രാൻസിസ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് സാർ ഓൾറെഡി തന്ന വീഡിയോയിൽ ഉണ്ടായിരുന്നു. ട്രാൻസിസ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിരുന്നോ? സാർ തന്ന വീഡിയോ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നോ? അതിന്റെ ഷോർട്ട് കട്ട്സ് ഒക്കെ നിങ്ങൾ പഠിച്ചോ? സിമ്പിൾ ആയിട്ട് ഒരു ട്രാൻസിസ്റ്ററിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞൊക്കെ പഠിച്ചോ മക്കളെ? Say yes or no? എല്ലാരും പോയോ? ഇവിടെ ആരും ഇല്ലേ ക്ലാസ്സില്? പഠിച്ചോ ഫോർമുലാസ്? കറന്റ് ഗെയിൻ, ഗെയിൻസ് ഓഫ് എ ട്രാൻസിസ്റ്റർ. സർ ഗെയിൻസ് ഓഫ് എ ട്രാൻസിസ്റ്റർ പറഞ്ഞത് അതുള്ള ബൂളിയൻ ആൾജിബ്ര എല്ലാം നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് സാർ അത് വീണ്ടും പറയാത്തത്. എന്തായാലും നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 82. A common emitter transistor amplifier, the audio signal voltage across the collector is 3 volt. Audio signal voltage across the collector. കോമൺ എമിറ്റർ എന്ന് പറയുമ്പോൾ മക്കളെ സാറ് വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് ആ ഫിഗർ മനസ്സിലേക്ക് വരണം. കോമൺ എമിറ്റർ എന്ന് പറയുന്നത്, അപ്പൊ എമിറ്റർ കോമൺ ആണ്. അപ്പൊ ഇതാണ് എമിറ്റർ, ആരോ ഉള്ളതാണ് എമിറ്റർ. ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും. ഔട്ട്പുട്ട് എന്തായാലും കളക്ടർ ആണ്. ഇൻപുട്ട് അപ്പൊ ബേസ് വരും. This is our RC, the current will be IC. This is my RB, the current will be IB. Okay. So now നമുക്കിനി നോക്കാം. Audio signal voltage across the collector is 3 volt. അപ്പൊ ഇവിടെ വരുന്ന വോൾട്ടേജ് 3 വോൾട്ട് ആണ്.
റെസിസ്റ്റൻസ് ഓഫ് കളക്ടർ 3 കിലോ ഓം. ഓക്കെ, ആർ സിയുടെ വാല്യൂ 3 കിലോ ഓം ആണ്. കറന്റ് ഗെയിൻ ഇസ് 100. അപ്പൊ ബീറ്റ തന്നിട്ടുണ്ട്, ബീറ്റ വാല്യൂ ഇസ് 100. ബേസ് റെസിസ്റ്റൻസ് 2 കിലോ ഓം, ഇതിന്റെ വാല്യൂ 2 കിലോ ഓം. വോൾട്ടേജ് ആൻഡ് പവർ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ. വോൾട്ടേജ് ആൻഡ് പവർ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ. മക്കളെ, വോൾട്ടേജ് ഗെയിനിന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഇക്വേഷൻ, വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ബീറ്റ ഇൻറ്റു ദ റെസിസ്റ്റൻസ് ഗെയിൻ ആണ്. ബീറ്റ ഇസ് 100. റെസിസ്റ്റൻസ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ബൈ ദ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ദാറ്റ് വിൽ ബി 100 ഇൻറ്റു ആർ സി എന്ന് പറഞ്ഞാൽ 3 കിലോ ഓം ബൈ ആർ ബി എന്ന് പറഞ്ഞാൽ 2 കിലോ ഓം. ഓക്കെ, ക്യാൻസൽ ചെയ്യുമ്പോൾ 1.5 and that's going to be 150. 150. So 150 ആണ് മക്കളെ നമുക്ക് ഗെയിൻ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് വോൾട്ടേജ് ഗെയിൻ. ഇനി പവർ ഗെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ എ പി എന്ന് വിളിക്കാം. That will be beta square into the resistance gain. That will be 100 square into RG എന്ന് പറഞ്ഞാൽ RC by RB, that is 1.5. നമുക്ക് ഇവിടെ ചെയ്തപ്പോൾ 1.5 കിട്ടിയല്ലോ. So this will be equal to 1, 5, 1, 2, 3. Yeah. So answer will be option B. Voltage gain 5, 150 ആണ്. Current power gain എന്ന് പറയുന്നത് 1500 ആണ്. മക്കൾ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇത് ചെയ്യേണ്ട മെത്തേഡ് ഇങ്ങനെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കണം, ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇത് വളരെ സിമ്പിൾ ആണ്. സാറ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തോ അത് തന്നെ പഠിക്കുക, അതിൽ എക്സ്ട്രാ ഒന്നും വേണ്ട, അത് തന്നെ പഠിച്ചു വെച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ആ വീഡിയോസ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. പ്ലീസ് മേക്ക് ഷുവർ യു ലേൺ ഇറ്റ്. നമുക്ക് എക്സാമിനേഷൻ ഒരു 3 ക്വസ്റ്റ്യൻസിനടുത്ത് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോ അത്രയും ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ടാണ് സാർ പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. മേക്ക് ഷുവർ യു ലേൺ ദാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 89 നോക്കാം. ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് വേഴ്സസ് ഇൻപുട്ട് വോൾട്ടേജ് ഫോർ എ ബേസ് ബയസ് ട്രാൻസിസ്റ്റർ ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ is shown in the figure. For using transistor as a switch, ട്രാൻസിസ്റ്ററിനെ ഒരു സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ ഏത് റീജിയൻ ആണ് യൂസ് ചെയ്യുന്നത്? ഈ 1ഉം 3ഉം സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റീജിയൻസ് ആണ് 1ഉം 3ഉം. ഈ 2 എന്ന റീജിയൻ ആണ് ഇവനെ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ 1ഉം 3ഉം സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം. അപ്പൊ 2 റീജിയൻ എന്തിനാണ്? ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് ആൻ ആംപ്ലിഫയർ. അതിനു വേണ്ടിയാണ് റീജിയൻ 2 അവിടെ ഉള്ളത്, ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 85 നമുക്ക് നോക്കാം. The input signal voltage given to a common emitter amplifier having voltage gain of 150 is VI is this. Output signal voltage ആണ് നമുക്ക് വേണ്ടത്. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ കോമൺ എമിറ്റർ ആണെങ്കിൽ ഔട്ട്പുട്ടിന് ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകും. ഔട്ട്പുട്ട് സിഗ്നലിന് ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകും കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണെങ്കിൽ. അതായത് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് വരാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും, നേരെ തിരിച്ചായിരിക്കും. അതാണ് ഒരു കോമൺ എമിറ്ററിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ നേരെ ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാൽ there is a pi phase shift. അപ്പൊ ഇവിടെ π/3 ആയിരുന്നല്ലോ. അപ്പൊ പൈ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ π/3 പ്ലസ് പൈ ഉണ്ടാകും. ദാറ്റ് വിൽ ബി 4 π/3. 4 π/3 ഫേസ് ഷിഫ്റ്റ് വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം നമുക്ക്. 4 π/3 ഫേസ് ഷിഫ്റ്റ് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഇനി വോൾട്ടേജ് ഗെയിൻ തന്നിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ദ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു AV ആണ്. ഇൻപുട്ട് വോൾട്ടേജ് ഇത് ഇക്വേഷൻ നോക്കാം, 2 ആണ്. 2 ഇൻറ്റു AV 150 ആണ്. ദാറ്റ് വിൽ ബി കറസ്പോണ്ടിങ് ടു 300. ഓക്കെ, സോ മക്കൾ എപ്പോഴും ഓർക്കുക, ഒരു കോമൺ എമിറ്ററിൽ മാത്രമാണ് ഈ ഫേസ് ഷിഫ്റ്റ് വരുന്നത്. കോമൺ ബേസിലോ കോമൺ കളക്ടറിലോ ഈ ഫേസ് ഷിഫ്റ്റ് ഇല്ല. കോമൺ എമിറ്ററിൽ മാത്രമാണ് ഈ ഫേസ് ഷിഫ്റ്റ് വരുന്നത്. നമുക്ക് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ π/3 ആയിരുന്നത് പ്ലസ് പൈ ചെയ്തു. എന്തുകൊണ്ടാണ് പ്ലസ് പൈ ചെയ്തത്? There will be a phase shift of pi. ഞാൻ ഇങ്ങനെ സിഗ്നൽ കൊടുത്താൽ കിട്ടാൻ പോകുന്ന നേരെ തലതിരിച്ചാണ് ആംപ്ലിഫൈഡ് ആയത്. അതുകൊണ്ടാണ് പ്ലസ് പൈ കൂടെ ആഡ് ചെയ്തത്, ഫേസ് ഷിഫ്റ്റ് വരുത്തിയത് കേട്ടോ. സോ മക്കളെ,
അങ്ങനെയാണ് നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഇതേ തന്നെ ഫോർമാറ്റിലുള്ളതാണ്. ഇപ്പൊ നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 91 90 92 ആയാലും ഇതെല്ലാം ഒരേ ഫോർമാറ്റ് ആണ്. അതിനകത്ത് വേറെ കോംപ്ലിക്കേറ്റഡ് ഫോർമാറ്റ്സ് ഒന്നും വരാനില്ല. ഓക്കെ, പിന്നെ സാർ ആ വീഡിയോയിൽ കണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മക്കൾ ഓർത്ത് വെച്ചാൽ യു ഗൈസ് ആർ സെറ്റ് വിത്ത് ദിസ് ചാപ്റ്റർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷൻ പ്ലസ് സാർ അയച്ചുന്ന 2 സെഷൻ വീഡിയോസും കൂടി കണ്ട് പിന്നെ സെമി കണ്ടക്ടേഴ്സിന്റെ ബേസ് ആയിട്ടുള്ള ഇൻട്രൻസിക് അതിന്റെ കാര്യങ്ങൾ NCERT ഒന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചാപ്റ്റർ സെറ്റ് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇതിൽ നിന്ന് ഇത്രയും വർഷങ്ങളായിട്ട് ഇതിൽ നിന്ന് വരാറുള്ള ചോദ്യങ്ങൾ. ഇതിലപ്പുറത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല, ഇനി വരാൻ പാടില്ലെന്ന് സാറ് പറയുന്നില്ല. ബട്ട് ഇത്രയും പഠിച്ചാൽ മതിയാകും. നമുക്ക് ഇത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യും. ഒരു കാര്യം കൂടിയുണ്ട്, ആപ്ലിക്കേഷൻസ് ഓഫ് PN ജംഗ്ഷൻ ഡയോഡ്, സോളാർ സെല്ല്, LED, നമ്മുടെ ഫോട്ടോ ഡയോഡ്, ഈ 3 പോർഷൻ മാത്രം NCERT ഒന്ന് വായിക്കണം മക്കള്. സോളാർ സെല്ല്, LED, ഫോട്ടോ ഡയോഡ്, ഈ 3 പോർഷന്റെ NCERT ഓരോ പേജ് വീതമുണ്ട്. അത് മക്കളൊന്ന് വായിക്കണം. അതിന്റെ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് സാർ പറയുന്നത് ഈ സെഷൻ കഴിയുന്നതോടെ മക്കൾ ഇച്ചിരി ഫുഡൊക്കെ കഴിച്ചിട്ട് അതൊന്ന് വായിച്ചു നോക്കണം. ബിക്കോസ് ക്വസ്റ്റ്യൻസ് ക്യാൻ കം ഫ്രം ഇൻസൈഡ് ദ ടോപ്പിക്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഇന്ന് നോക്കിയേക്കാം കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് എന്ന ടോപ്പിക്കിലുള്ളത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ മക്കളെ, സോ ലെറ്റ് മീ വൈൻഡ് അപ്പ് ദ സെഷൻ ഫോർ നൗ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ റെസ്റ്റ് ചെയ്യാം, ഭക്ഷണം കഴിക്കാം. ആൻഡ് ഇന്ന് വൈകുന്നേരം as per the schedule ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ഒരു സെഷൻ കൂടി ഉണ്ടാകും. ഇന്നത്തെ എക്സാമിന് വരുന്നത് ഇതാണ് കേട്ടോ, സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും ഇന്നത്തെ എക്സാമിനിന്റെ ടോപ്പിക്. അത് മക്കളൊന്ന് നോട്ട് ചെയ്തോളാം. അതിന് വേണ്ടിയാണ് സാർ ഇന്നലെ വീഡിയോസ് ഒക്കെ അയച്ചു തന്നത്. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു പ്രിപ്പയർ വെൽ ഫോർ ദി എക്സാം. കഴിഞ്ഞ എക്സാംസിനൊക്കെ പോലെ ഉഴപ്പരുത്. നന്നായി പരീക്ഷ എഴുതുക, നന്നായി പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ മക്കളെ, then let's wind up the session for now. Take care everyone. Bye bye. Thank you.